സൂപ്പർ പ്രൈം ചർച്ച തുടരുകയാണ്. ഞാൻ റഹീമിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ വി മുരളീധരനിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ വി മുരളീധരൻ, നിങ്ങളുടെ നിയന്ത്രണത്തിൽ പല കാര്യങ്ങളും കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിഞ്ഞുവെന്ന് ഉദാഹരണ സഹിതം ശ്രീ റഹീം ചൂണ്ടിക്കാട്ടുന്നു. ലീഗിനേക്കാൾ അന്നത്തെ ഭരണത്തിൽ സ്വാധീനം നിങ്ങൾക്കായിരുന്നു എന്ന് പറയുന്നു റഹീം. ഇന്നിപ്പോൾ യുവമോർച്ച പ്രവർത്തകർ DGPക്ക് ഒരു പരാതി കൊടുത്താൽ ഉടൻ യുവമോർച്ച പ്രവർത്തകർക്ക് തോന്നിയ തരത്തിലുള്ള വകുപ്പുകൾ തന്നെ പോലീസ് ചുമത്താൻ തയ്യാറാകുന്നു. അപ്പോൾ ഈ സർക്കാരിലും നിങ്ങൾക്ക് നല്ല പിടിപാടാണ് എന്ന വ്യാഖ്യാനത്തിൻ്റെ ഒരു തലവും കൂടെ ഉയർന്നു വരികയാണ്. ഒന്ന്. രണ്ട്, ഈ മുസ്ലിം ലീഗിൻ്റെ ശക്തമായ ആക്ഷേപം സാർ, ശശികല ടീച്ചറിനെതിരെയും ഗോപാലകൃഷ്ണനെതിരെയും എന്തുകൊണ്ട് തണുപ്പൻ സമീപനം, എന്തുകൊണ്ട് UAPA നിരന്തരമായി മുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് ചുമത്തുന്നു, അങ്ങനെ ഒരു സംഘപരിവാർ അജണ്ട പോലീസ് നടപ്പാക്കുന്നു? രണ്ടിനുമുള്ള മറുപടി. അല്ല, ഇതിൻ്റെ സംഘപരിവാർ അജണ്ട പോലീസ് നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, പോലീസിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് 2013 മെയ് മാസം 31-ാം തീയതി ശ്രീ BRP ഭാസ്കർ എഴുതിയ അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 100 പേര് UAPA ചുമത്തപ്പെട്ട് ജയിലിലുള്ളതിൽ 92 പേര് മുസ്ലിങ്ങളും ബാക്കി 8 പേര് നക്സൽ ബന്ധങ്ങളുള്ള ആൾക്കാരാണെന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളാണ് ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകർ. അപ്പോൾ ഇവർ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകരാണ് എന്നിവർ ആണയിടുന്നതിൽ സത്യമുണ്ടെങ്കിൽ 100-ൽ 92 ആളുകളെ അറസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ചില ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് ചെയ്ത ആൾക്കാരെ, കുറ്റക്കാരായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ കുഴപ്പക്കാരാണെന്ന് കരുതുന്ന ആൾക്കാരെ അവർ തന്നെ അറസ്റ്റ് ചെയ്ത് വെക്കുന്നു. കാരണം ന്യൂനപക്ഷ സംരക്ഷകരായിട്ടുള്ള ആളുകൾ അല്ലാതെ ചെയ്യില്ലല്ലോ. അപ്പോൾ ആ ചെയ്യുന്ന ആൾക്കാരെ ആണ് അവർ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ പറയുന്ന ഈ പ്രഖ്യാപനം, അവരുടെ ഈ ആണയിടലിൽ വലിയ വാസ്തവമില്ല. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് 15% വോട്ട് ഉള്ള ഒരു പാർട്ടിക്ക്, നിയമസഭയിൽ ഒരംഗം മാത്രമുള്ള ഒരു പാർട്ടിക്ക് കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാരുടെ കഴിവുകേട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. കാരണം ഈ നിയമങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ്. ഞങ്ങൾ ആ ധർമ്മം നിർവഹിക്കും. അത് നിയമപരമായിട്ട് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിൻ്റെതാണ്. സർക്കാർ ഇത് പരിശോധിച്ച് അവർ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടതാണെങ്കിൽ നീങ്ങും. അവരത് ചെയ്തു എന്നിരിക്കട്ടെ. നിയമത്തിൻ്റെ മുന്നിൽ അവർക്ക് അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. സംഘപരിവാറിന്റെ പ്രശ്നമൊന്നുമില്ല. ഇത് മുസ്ലിം വേട്ടയൊന്നും അല്ലല്ലോ. ഇത് അദ്ദേഹം ഒരു മുസ്ലിം വിശ്വാസിയായി പോയി മുസ്ലിം നാമധാരിയായി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് മാവോവാദികൾക്കെതിരായിട്ടുള്ള വേട്ടയാണ്. മാവോവാദികൾക്കെതിരായിട്ട് ഒരുപക്ഷെ കരുണാകരൻ്റെ പോലീസ് കഴിഞ്ഞതിന് ശേഷം അച്യുതമേനോന്റെ പോലീസിൻ്റെ കാലത്ത് കുറച്ചു കാലം ചെയ്തു എന്ന് മാർക്സിസ്റ്റ് പാർട്ടി തന്നെ അവരോട് പറയുന്നുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പരസ്യമായിട്ട്, അതായത് കാട്ടിനുള്ളിൽ വെടിവെച്ചു കൊന്ന് അതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണവും തരാത്ത ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിലാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് വിയോജിപ്പിനെയാണ്. ആ പാർട്ടിയായിട്ട് വിയോജിച്ചു പോകുന്ന ആളുകളെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ നയം. ഏറ്റവും ഒടുവിൽ മിനിയാന്ന് പാറശാലയിൽ ഉൾപ്പെടെ. പാറശാലയിൽ മനസ്സിലല്ല എന്താണ് ശ്രീ വി മുരളീധരൻ ആവർത്തിച്ച് രണ്ടുപേർക്കെതിരെയും എനിക്ക് പറയാൻ അവസരം തരണം. അദ്ദേഹം മുസ്ലിം വേട്ടയെക്കുറിച്ചെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പല്ലേ സാർ നിങ്ങൾ മലയാളികൾ കമലിൻ്റെ പേര് കമാലുദ്ദീനാണെന്ന് അറിഞ്ഞത്, ഭൂരിഭാഗം മലയാളികളും അറിഞ്ഞത് ഇവരുടെ മുദ്രാവാക്യത്തിലൂടെയാണ്. അത്ര ചീപ്പ് പൊളിറ്റിക്സ് കാണിച്ച് നിങ്ങൾ ഇന്ന് വന്നിരുന്നത് മുസ്ലിം പ്രേമമൊന്നും പറയരുത് ദയവേത്. ഒന്ന്. രണ്ടാമതൊരു കാര്യം, മാവോയിസ്റ്റുകൾക്കെതിരെ നിങ്ങൾ പറയുന്നു. മാവോയിസ്റ്റുകൾക്കെതിരെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവും രാജ്യത്തിൻ്റെ പോലീസിനുള്ള സംവിധാനവും കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന സമീപനവും തന്നെയാണ് ഞങ്ങൾക്കുമുള്ളത്. മാവോയിസ്റ്റ് അനുഭാവികളായ ഏതെങ്കിലും ഒരാളെ ഞാൻ ചോദിക്കട്ടെ, ഈ നിലമ്പൂരിലുണ്ടായ സംഭവത്തിന് ശേഷം എത്രയോ പേര് അതിനനുകൂലമായി ഇവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തു, സമരം മുഴക്കി, ജയിലിലിട്ട ഒരാളുടെ പേര് പറ നിങ്ങൾ. മാവോയിസ്റ്റ് വേട്ട കേരളത്തിൽ നിങ്ങൾ പറയരുത്. നിലമ്പൂരിൽ വെച്ചുണ്ടായ സംഭവം ഒരു ബെൽറ്റാണ്. ആ ബെൽറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഛത്തീസ്ഗഡുമായി ഉൾപ്പെടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഫോറസ്റ്റ് ബെൽറ്റാണ് ആന്ധ്ര
ഒരു എല്ലാ സ്റ്റേറ്റിലും വരുന്ന അവരിവിടെയാണ് ക്യാമ്പ് ചെയ്തത്. ഈ ക്യാമ്പിൽ വെച്ചാണ് സംഭവിച്ചത്. അതിൻ്റെ നിജസ്ഥതയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ഞങ്ങൾ ഒരാൾക്കും ക്ലീൻ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. മാവോയിസ്റ്റുകളെ സംബന്ധിച്ച് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന മാവോയിസ്റ്റുകൾക്കെതിരെ ഞങ്ങൾ അന്ന് മുതലേ ഒരു നിലപാടാണ്. ഞങ്ങളെ എത്ര പേരെയാണ് പലയിടങ്ങളിലും അവർ വെടിവെച്ച് കൊല്ലുന്നത്, അവർ ആക്രമിക്കുന്നത്. ഞങ്ങളല്ലാതെ മാവോയിസ്റ്റ്, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മാവോയിസ്റ്റുകൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഒരു സംസ്ഥാന സർക്കാർ എന്നുള്ളത് ഞങ്ങൾക്ക് നിലപാട് സ്വീകരിക്കണ്ടേ? ഇവിടെ അദ്ദേഹം ശ്രീ വേണുവിൻ്റെ മുസ്ലിം വിരുദ്ധ സമീപനം എന്നതിനോടെല്ലാം വല്ലാതെ ചൊടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ശ്രീ ബാബറി മസ്ജിദ് എന്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയ നിങ്ങൾ അങ്ങനെ ശ്രീ ടി എൻ പ്രതാപൻ ഞാൻ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് എന്തേ ടി എൻ പ്രതാപൻ താങ്കൾ മറുപടി പറഞ്ഞില്ല? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ കാലത്ത് അറസ്റ്റ് ചെയ്ത ഹിന്ദുവിലെ ഒരു പത്രം ഞാൻ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ എന്തേ അന്നെടുക്കാത്തെ? നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വന്ന എന്തിനാ? നദീറിന്റെ വിഷയത്തിനാ. ആറാളം ഫാമിൽ വെച്ച് നിങ്ങളാണ് UAPA ചാർത്തിയത്. എന്തക്രമത്തിന്റെ പേരില? മാവോയിസ്റ്റുകൾക്കെതിരെ നിങ്ങൾ UAPA എടുത്തു. ആ കേസിലാണ് നിങ്ങളിപ്പോൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് താങ്കൾ ഞങ്ങളെ വിമർശിക്കുന്നത്? റഹീം പറഞ്ഞത് മാവോയിസ്റ്റുകൾ കേരളത്തിൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞത് മാവോയിസ്റ്റുകൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയത് പേരാണ്. നിലമ്പൂരിൽ അതിന് നേരിട്ടെന്നല്ലേ പറയുന്നത്? എന്ത് പ്രശ്നം ഉണ്ടായത് അവിടെ കേരളത്തിൽ ഇപ്പോൾ? മാവോയിസ്റ്റുകൾ എന്ത് ക്രമസമാധാന ശ്രീ ടി എൻ പ്രതാപൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കല്ലെറിയാൻ വേണ്ടി, ഞങ്ങളെ പ്രതിരോധത്തിൽ നിർത്താൻ വേണ്ടി മാവോയിസ്റ്റുകൾക്ക് നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്തോളൂ. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, മാവോയിസ്റ്റ് വേട്ട എന്ന ശ്രീ പ്രതാപൻ ഞാനൊന്ന് പറയട്ടെ. ഒരു സെക്കൻഡ് ശ്രീ പ്രതാപൻ എന്ന് പറഞ്ഞോളൂ വേഗം. അല്ല റഹീമെ, നിങ്ങൾ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. മാവോയിസ്റ്റുകൾ അഡ്രസ്സ് ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ടെങ്കിൽ ആ മാവോയിസ്റ്റുകൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങൾ നമ്മൾ പൊളിറ്റിക്കലായിട്ടാണ് കാണുന്നത്. ഞങ്ങളെ പോലുള്ള ആളുകളുടെ അഭിപ്രായം അതിനെല്ലാം ഉന്മൂലന സിദ്ധാന്തത്തിലൂടെ അവരെ ഇല്ലാതാക്കാൻ അവർ ചൂണ്ടിക്കാണിക്കുന്ന ആദിവാസികളുടെ പ്രശ്നമായാലും അതിനകത്തുള്ള സത്യസന്ധമായ രാഷ്ട്രീയം കാണാൻ വേണ്ടത്. നിലമ്പൂരിലുണ്ടായ സംഭവത്തെയാണ് പരാമർശിക്കുന്നതെങ്കിൽ പല ആവർത്തി ചർച്ച ചെയ്തു. ഞങ്ങൾ ഒരു ഗവൺമെന്റോ പാർട്ടിയോ അതിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അന്വേഷിക്കുകയാണ് സാർ, അന്വേഷിക്കുകയാണ്. ഉണ്ടായ ഒരു സംഭവത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്നു, നിലപാട് സ്വീകരിക്കുന്നു കൃത്യമായ. ഞങ്ങൾ അവിടെ നിന്ന് വേറെ അതിനോടനുബന്ധിച്ചുണ്ടായ പ്രൊട്ടസ്റ്റുകളിലൊന്നും ഞങ്ങൾ ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനം എടുത്തില്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം എന്താ? UAPA ഞങ്ങൾ മാവോവാദികളെ ഞങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നു. ഇതാണ് ഇവിടെ ഉയർന്ന ഒരു പ്രശ്നം. ആ മാവോ വേട്ടയ്ക്ക് ഇറങ്ങുന്നത് ഞങ്ങൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. ഒരു ഗവൺമെന്റ്, ഫെഡറൽ സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയായ ചില പ്രതിഭാസങ്ങൾക്കെതിരെ സ്വാഭാവികമായും ശരിയാണ്. പക്ഷേ നദീർ പറഞ്ഞൊരു കാര്യം, ആറളത്ത് ഏതാണ്ട് 6ഓളം പേരുണ്ടായിരുന്നു. ആ 5 പേരെയും പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെല്ലാം അണ്ടർഗ്രൗണ്ടിലാണ്. നീ ഇപ്പോ പുറത്ത് ജോലിയൊക്കെ ചെയ്ത് നടക്കുന്നതുകൊണ്ട് നിന്നെ പിടിക്കുന്നു എന്നാണ് പോലീസ്. അല്ല, ഏത് കാലത്തായാലും ഈ 5 പേരെ പിടികിട്ടാതെ പുറത്തിറങ്ങി നടക്കുന്ന ഒരുത്തിനെ പിടികൂടുകയാണ്. എന്നിട്ട് അവനെ മാവോയിസ്റ്റ് ആക്കാൻ 3-3.5 മണിക്കൂർ അവനെ ഭേദ്യം ചെയ്യുകയാണ്. എന്ന് മാത്രമല്ല, ചോദിക്കുന്ന ഒരു ചോദ്യം വിചിത്രമാണ്. ഗ്രോവാസു നിനക്കനുകൂലമായി രംഗത്തെത്തിയിട്ടുണ്ടല്ലോ, ഗ്രോവാസു നീയും തമ്മിൽ എന്താണ് ബന്ധം? അതാണ് അവർ ചോദിക്കുന്നത്. ഈ നാട്ടിലുള്ളവരാണ്. പല തരക്കാരുമായുള്ള ആശയവിനിമയവും പരിചയവും പരസ്പരമുള്ള ഐക്യപ്പെടലും ഒക്കെ ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ മാവോവാദിയാക്കപ്പെടുക, ആ രൂപത്തിൽ ചാരപ്പോലീസിനെ കൂടെ നിഴലായി വിടുക, ഇതൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഈ പറയുന്ന നദീറിന്റെ പഴയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് സമയമില്ലാത്തതുണെ വായിക്കാറുതാ. ഉച്ചയോടെ 2 പോലീസുകാർ വീട്ടിലെത്തി. ഞാൻ മാവോയിസ്റ്റ് ആണെന്ന് മാർച്ച് 3 ഏതോ ഒരു കോളനിയിൽ തോക്കുമായി കണ്ടതിന് തെളിവുണ്ടെന്നും പറഞ്ഞതത്രേ. വീടിനു സമീപത്തെ എൻ്റെ ഫോട്ടോ കാണിച്ച് അന്വേഷിച്ചുവെന്നും പുസ്തകങ്ങളും മറ്റു ചില രേഖകളും കൊണ്ടുപോയതും ഇത് അന്നിട്ട പോസ്റ്റാണ്. ഇത് ഇവരുടെ കാലത്താണ്. ഇത് അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് ഞങ്ങളെന്താ ചെയ്തേ? ഉപോത്ബലകമായ തെളിവില്ല എന്ന് തിരിച്ചറിഞ്ഞ് വിട്ടയച്ചു. ഞങ്ങളൊരു നിരപരാധിയെയും ഞങ്ങൾ ഡിറ്റെയിൻ ചെയ്തില്ല. ഇന്ന് ഇവരുടെ കാലത്തായിരുന്നുവെങ്കിൽ അന്ന് തേടിച്ചത് ഒരു സ്വാഭാവിക പ്രക്രിയയായിരുന്നു ഇത് എങ്കിൽ ഇങ്ങനൊരു ചർച്ചയ്ക്ക് ആവശ്യമില്ല. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു ഇടപെടൽ വേണ്ടി വന്നു. പൊതുവിൽ പോലീസിനെതിരായിട്ടുള്ള ഒരു വിമർശനം എന്ന നിലയിലേക്ക് അത് ഉയർന്നു വന്നു. പോലീസിലെ ചിലർക്ക് വീഴ്ച പറ്റിയെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുന്നു, നിങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. പറയട്ടെ, നദീറിനെതിരെ, കമൽ സി ചവറക്കെതിരെ ഉണ്ടായ ഈ 2 കേസുകൾ, ഈ 2 കേസുകളും ഉന്നതതല രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്. എനിക്കൊരു 3 മിനിറ്റ് ഒരു ഇടവേള കൂടി ഉണ്ട്. 3 മിനിറ്റ് തീർച്ചയായും. അതുകൊണ്ട് വേഗത്തിൽ എനിക്കൊരു ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.